ഹലോ ഗൈസ്. അപ്പോൾ വെക്കേഷന് വന്നിട്ട് ഏകദേശം 35 ദിവസത്തോളമായി. നാളെയാണ് എനിക്ക് തിരിച്ച് UAE പോകേണ്ടത്. അതിനുള്ള പാക്കിങ് കാര്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. കാര്യമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇല്ലെങ്കിലും അത്യാവശ്യം ചെറിയ ചെറിയ സാധനങ്ങൾ മാത്രമാണുള്ളത്. അങ്ങനെ പാക്കൊക്കെ റെഡിയാക്കി ഞാൻ വേഗം കിടന്നുറങ്ങി. 3 മണിക്കാണ് എനിക്ക് എണീച്ച് എയർപോർട്ടിലേക്ക് പോകേണ്ടത്. കണ്ണൂർ എയർപോർട്ടിൽ നിന്നും അബുദാബിയിലേക്കാണ് ഞാൻ യാത്ര ചെയ്യുന്നത്. 6:30ക്കാണ് എനിക്ക് ഫ്ലൈറ്റ്. 2 മണിക്കൂർ മുന്നേ റിപ്പോർട്ട് ചെയ്യേണ്ടതുകൊണ്ട് തന്നെ ഇവിടുന്ന് 3 മണിക്ക് വിട്ടാൽ മാത്രമേ എനിക്ക് അവിടെ എത്തൂ. ലൈറ്റായിട്ട് ചായയൊക്കെ കുടിച്ച് വീട്ടിൽ നിന്ന് എല്ലാവരോടും സലാമൊക്കെ പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാൻ വരുന്നത് എൻ്റെ ആബിദും അതുപോലെ തന്നെ എൻ്റെ 3 മക്കളുമാണ്. അവരോടൊക്കെ സംസാരിച്ച് നേരെ എയർപോർട്ടിൻ്റെ അടുക്കെയുള്ള ചായപ്പീടികയിൽ നിർത്തി അവിടെ നിന്ന് ചായയും അതുപോലെ തന്നെ ലഘു കടിയും കൂടെ കഴിച്ചു. അപ്പോഴേക്കും ഏകദേശം 4:30 ആയിട്ടുണ്ടായിരുന്നു. എയർപോർട്ടിൽ എത്തുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഓർമ്മ വരും. നമ്മൾ നാട്ടിൽ ചെലവഴിച്ച നിമിഷങ്ങളും എല്ലാ കാര്യങ്ങളും നമുക്ക് അവിടെ നിന്നാണ് ഓർമ്മ വരുന്നത്. അങ്ങനെ കൂടെ വന്നവരൊക്കെ യാത്രയയപ്പ് നൽകി ഞാൻ നേരെ എയർപോർട്ടിനകത്ത് കയറി. ചെക്ക് ഇൻ ചെയ്യാൻ വേണ്ടി അവിടെ നിന്ന് കാത്തിരുന്നു. ഏകദേശം അരമണിക്കൂറോളം കാത്തിരുന്നിട്ടാണ് ഞാൻ അവിടെ നിന്ന് ചെക്ക് ഇൻ ചെയ്ത് അകത്ത് പ്രവേശിച്ചത്. പിന്നീട് കുറച്ച് റെസ്റ്റൊക്കെ എടുത്ത് ബോർഡിംഗ് പാസിന് വേണ്ടി കാത്തിരുന്നു. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ബോർഡിംഗ് പാസും കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിലേക്ക് കയറാൻ വേണ്ടി നടന്നു. കഴിഞ്ഞ തവണത്തെ വെക്കേഷനെ അപേക്ഷിച്ച് ഇത്തവണത്തെ വെക്കേഷൻ എനിക്ക് വളരെ പ്രധാനപ്പെട്ടതായിരുന്നു. ഒരുപാട് യാത്രകളിലും അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങളിലുമായി എൻ്റെ സമയം മുഴുവനായി ഞാൻ എൻഗേജ്ഡ് ആയിരുന്നു. അങ്ങനെ 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം അബുദാബി ഇൻ്റർനാഷണൽ എയർപോർട്ടിലേക്ക് എത്തി. ഞാൻ വെക്കേഷന് വരുമ്പോഴും ആദ്യമായിട്ടാണ് അബുദാബി എയർപോർട്ടിലേക്ക് വരുന്നത്. അതുകൊണ്ട് തന്നെ തിരിച്ചും അവിടത്തേക്ക് തന്നെയാണ് ടിക്കറ്റ് എടുത്തത്. അവിടെ ആകുന്ന സമയത്ത് ദുബായിനെ അപേക്ഷിച്ച് ടിക്കറ്റ് ഫെയറിൽ ചെറിയ വ്യത്യാസമുണ്ട്. അബുദാബി എയർപോർട്ടിൽ നിന്നും ഡയറക്റ്റ് ദുബായിലേക്ക് ബസ്സുണ്ട്. അബുദാബി എയർപോർട്ടിൻ്റെ പ്രത്യേകത അവിടെ അത്യാവശ്യം വലിയ എയർപോർട്ടായത് തന്നെ നമുക്ക് അവിടെ ക്യൂ നിൽക്കാതെ തന്നെ വേഗം തന്നെ നമുക്ക് അവിടെ നിന്ന് ചെക്കൗട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. നല്ല മനോഹരമായ എയർപോർട്ടാണ് അബുദാബി എയർപോർട്ട്. അങ്ങനെ അവിടെ നിന്ന് എക്സിറ്റ് ആയതിനു ശേഷം തന്നെ അപ്പം തന്നെ അവിടെ നിന്ന് ബസ് കിട്ടി. മാക്സ് സ്റ്റേഷൻ വരെ ബസ്സുള്ളത് കൊണ്ട് എനിക്ക് വളരെ ഉപകാരമായിരുന്നു. കാരണം അവിടെ നിന്നും 5 മിനിറ്റ് മാത്രമാണ് എനിക്ക് മെട്രോയിൽ പോകാനുള്ളൂ. 2.5 മണിക്കൂർ യാത്ര ചെയ്താൽ മാത്രമേ എനിക്ക് ദുബായിൽ എത്താൻ വേണ്ടി പറ്റൂ. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് കാഴ്ചകൾ കണ്ട് ചെറുതായി ഒന്ന് മയങ്ങി. അങ്ങനെ കുറച്ച് യാത്രയ്ക്ക് ശേഷം ഞാൻ ദുബായ് ജബലാലി എത്തി. ഇവിടെ നിന്നും ഏകദേശം 1 മണിക്കൂറോളം നമുക്ക് യാത്ര ചെയ്യാനുണ്ട്. ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് കാഴ്ചകൾ അവിടെ നിന്ന് കാണുവാൻ വേണ്ടി പറ്റും. ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ഫ്യൂച്ചർ മ്യൂസിയം അങ്ങനെ മറ്റുള്ളതായ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ഏകദേശം എൻ്റെ സ്റ്റോപ്പ് എത്താറായി. ബസ്സിൽ നിന്ന് ഇറങ്ങി നേരെ അവിടെയുള്ള ഒരു കഫ്റ്റീരിയയിൽ ചെന്ന് ചായയും അതുപോലെ തന്നെ പപ്സും ഓർഡർ ചെയ്തു. 4:30ക്കാണ് ഞാൻ കഴിച്ചത്. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ടായിരുന്നു. ചായയൊക്കെ കുടിച്ച് നേരെ മെട്രോയിലേക്ക് കയറാൻ വേണ്ടി മാക്സ് മെട്രോ സ്റ്റേഷനിലേക്ക് നടത്തമായി. മാക്സ് മെട്രോ സ്റ്റേഷനിൽ നിന്നും അടുത്ത സ്റ്റോപ്പായ ADCB മെട്രോ സ്റ്റേഷനിലേക്കാണ് എനിക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ അവിടെ നിന്നും മെട്രോക്ക് വേണ്ടി കാത്തിരിപ്പായി. ഓരോ 4 മിനിറ്റിലും മെട്രോ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ അധികം കാത്തിരിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെ ദുബായ് ഫ്രെയിമൊക്കെ കണ്ട് എൻ്റെ സ്റ്റോപ്പായ ADCBയിൽ നിന്ന് ഇറങ്ങി ഞാൻ നേരെ നടന്നു. നാട്ടിൽ ഞാൻ